ലോകത്തിലെ ഏറ്റവും പുരാതനമായ നഗരങ്ങളിൽ ഒന്നാണ് ഉത്തർപ്രദേശിൽ ഗംഗാ നദിയുടെ പടിഞ്ഞാറൻ തീരത്തായി സ്ഥിതി ചെയ്യുന്ന വാരാണസി. കാശി, ബനാറസ് എന്നീ പേരുകളിലും അറിയപ്പെടുന്ന ഈ നഗരം ഇന്ത്യയുടെ ആത്മീയ തലസ്ഥാനമായി കണക്കാക്കപ്പെടുന്നു. ഹിന്ദുമത വിശ്വാസികൾക്ക് പരമപവിത്രമായ ഈ ഇടം ബുദ്ധ-ജൈന മതക്കാർക്കും ഒരുപോലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ്. വാരാണസിയുടെ ഹൃദയഭാഗം ശിവന്റെ ദ്വാദശ ജ്യോതിർലിംഗങ്ങളിൽ മുഖ്യസ്ഥാനമുള്ള കാശി വിശ്വനാഥ ക്ഷേത്രമാണ്. വിശ്വാസികൾ മോക്ഷത്തിനായി ദർശനം തേടിയെത്തുന്ന ഈ ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി വിശ്വനാഥൻ എന്നറിയപ്പെടുന്നു. പഞ്ചാബിലെ രഞ്ജിത് സിംഗ് മഹാരാജാവ് സ്വർണം പൂശിയ ക്ഷേത്രഗോപുരം ഇന്നും ആകർഷകമായി നിലനിൽക്കുന്നു. വാരാണസിയുടെ ജീവനാഡി ഗംഗാ നദിയും തീരത്തോട് ചേർന്നുള്ള നിരവധി ഘാട്ടുകളുമാണ്. ഈ നഗരത്തെ ലോകത്തിനു മുന്നിൽ വേറിട്ട് നിർത്തുന്നത് ഇവിടുത്തെ ഗംഗാ ആരതിയാണ്. ദിവസവും വൈകുന്നേരം പ്രധാനപ്പെട്ട ദശാശ്വമേധ ഘാട്ടിൽ നടക്കുന്ന ഈ ആരതി ദീപങ്ങളുടെയും മന്ത്രോച്ചാരണങ്ങളുടെയും അകമ്പടിയോടെ അവിസ്മരണീയമായ കാഴ്ച നൽകുന്നു. മരണാനന്തര ചടങ്ങുകൾ നടക്കുന്ന മണികർണിക ഘാട്ട് ഇവിടെ മരിക്കുന്നത് മോക്ഷം നൽകുമെന്ന വിശ്വാസത്താൽ പ്രാധാന്യം അർഹിക്കുന്നു. വാരാണസിയിൽ നിന്ന് അല്പം അകലെ സ്ഥിതി ചെയ്യുന്ന സാരാനാഥ് ബുദ്ധമത വിശ്വാസികൾക്ക് സുപ്രധാനമായ കേന്ദ്രമാണ്. വാരാണസിയിൽ നിന്ന് അടുത്തുള്ള സാർനാഥ് ബൗദ്ധമതത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ്. ബുദ്ധൻ ആദ്യമായി ധർമ്മചക്ര പ്രവർത്തനം നടത്തിയ സ്ഥലം എന്ന നിലയിൽ അതിന് ചരിത്രപരമായ മഹത്വമുണ്ട്. ഗൗതമബുദ്ധൻ തന്റെ ആദ്യത്തെ പ്രഭാഷണം നടത്തിയ പുണ്യഭൂമിയാണിത്. ഇവിടെയുള്ള ദമേഘ സ്തൂപം ചരിത്രപ്രസിദ്ധമാണ്. സാംസ്കാരികമായി ഏറെ സമ്പന്നമാണ് ഈ നഗരം. വരുണ, അസി നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതിനാലാണ് വാരാണസി എന്ന പേര് വന്നതെങ്കിലും ഇതിനെ മോക്ഷം നൽകുന്ന നഗരി, മോക്ഷ നഗരി എന്നും വിളിക്കുന്നു. പ്രശസ്തമായ ബനാറസ് പട്ടും അതുപോലെ രുചികരമായ കാശി ചാട്ട്, ബനാറസി പാൻ എന്നിവയും ഈ നഗരത്തിന്റെ പ്രത്യേകതയാണ്. ഇന്ത്യയുടെ ആത്മാവ് തൊട്ടറിയാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വാരാണസി സമ്മാനിക്കുന്നത് ഒരു സാധാരണ യാത്രയിൽ കവിഞ്ഞുള്ള ആത്മീയമായ അനുഭവമാണ്.